വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്ന പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സർക്കം ആങ്സ്ട്രൽ, സർക്കം പോളാർ എന്ന് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്, അതിന്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കം ആസ്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ ഒരു സർക്കം ആസ്ട്രൽ എന്ന് പറയുന്നത് എന്താണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? പ്ലാന്റ്സ് ടെമ്പറേറ്റ് ആൻഡ് കോൾഡ് റീജിയൻസിൽ, വേൾഡിന്റെ ടെമ്പറേറ്റ് ആൻഡ് കോൾഡ് റീജിയൻസിൽ മാത്രം ത്രൂ ഔട്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് സർക്കം ആസ്ട്രൽ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നോർത്തേൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയറിനെയാണ് അതിൽ ട്രോപ്പിക്കൽ റീജിയൻസ് ഇൻക്ലൂഡഡ് അല്ല. അത്തരം ഒരു പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സർക്കം ആസ്ട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർക്കം ആസ്ട്രൽ എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ അർത്ഥം അറൌണ്ട് ദ സ്റ്റാർസ് എന്നാണ്. മീൻസ് ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ കാണുന്ന പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് സർക്കം ആസ്ട്രൽ എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് സോൺസിലാണ് മെയിൻ ആയിട്ടുള്ളത്. അവ ആബ്സെന്റ് ആണ്. ഇവിടെ ട്രോപ്പിക്കിൽ ആബ്സെന്റ് ആണ്. മെയിൻലി ആൻഷ്യന്റ് ആയിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ട് കാണുന്ന ടാക്സാസ് ആണ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് ഈ ഒരു ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രീ ഗ്ലേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെറ്റ് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീ ഗ്ലേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സർക്കം ആസ്ട്രൽ. അതായത് ഇതേപോലെ ഗ്ലേഷ്യേഷൻ ഒക്കെ ഫോം ചെയ്ത ആ ഒരു രീതിയിൽ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് സർക്കം ആസ്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സർക്കം പോളാർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഒരു പേര് പോലെ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോളാർ റീജിയൻസിന് ചുറ്റുമാണ് പ്ലാന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ. മെയിൻ ആയിട്ട് ആർട്ടിക് ആൻഡ് സബ് ആർട്ടിക് സോൺസിൽ കാണുന്ന പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത്രയും വെരി ലാറ്റിറ്റ്യൂഡ്സിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് സർക്കം പോളാർ എന്ന് പറയുന്നത്. എക്സ്ട്രീം കോൾഡിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് മാത്രമേ ഈ ഒരു ഏരിയാസിൽ കാണുന്നുള്ളൂ. മെയിൻ ആയിട്ട് ഇത്തരം ഏരിയാസിൽ ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഷോർട്ട് ഗ്രോയിങ് സീസൺസ് ഉള്ള പ്ലാന്റ് ആയിരിക്കും. ലോ പ്രിസിപ്പിറ്റേഷൻ ആയിരിക്കും. റെയിൻഫോൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് പെർമാഫ്രോസ്റ്റ് കോമൺ ആയിട്ടുണ്ടായിരിക്കും. പെർമാഫ്രോസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. സോയിലിന്റെ അടിയിൽ ആ ഒരു സ്നോയുടെ അല്ലെങ്കിൽ അത്രയും ഐസിന്റെ ഒരു ഫ്രീസ് ചെയ്ത ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷൻ കാണുന്ന അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിലാണ് ഈ ഒരു സർക്കം പോളാർ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Then third one ആണ് പാൻട്രോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ. പാൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ആണ് അല്ലേ? അപ്പം ആ ഒരു പാൻട്രോപ്പിക് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ട്രോപ്പിക്കൽ റീജിയൻസ് ഓഫ് ദ വേൾഡ് ആണ്. ട്രോപ്പിക്കൽ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ പോലെയുള്ള ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് പാൻട്രോപ്പിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. മെയിൻ ആയിട്ട് ട്രോപ്പിക് ഓഫ് കാങ്കറിന്റെയും ആ ഒരു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ആ ഒരു ലാറ്റിറ്റ്യൂഡിലെ റേഞ്ചിനാണ് ഇത്തരം ഡിസ്ട്രിബ്യൂഷൻസ് കാണുന്നത്. ട്രോപ്പിക്സിൽ മാത്രം കൺഫൈൻ ചെയ്തിട്ടുള്ള ഹൈ ബയോഡൈവേഴ്സിറ്റി ഉള്ള പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഏറ്റവും കൂടുതൽ വുഡി പ്ലാന്റ്സ് ആണ് ഇവിടെ കാണുന്നത്. എവർഗ്രീൻ ആയിട്ടുള്ളതാണ് ഓഫണും വുഡി ആയിട്ടുള്ള എവർഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പാൻട്രോപ്പിക് ഡിസ്ട്രിബ്യൂഷനിൽ കാണുന്ന ഇത്തരം പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഹൈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ആയിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ എന്നും കൂടി ഓർത്തു വെച്ചേക്കാം. ദെൻ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് വൺ ആണ് കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. അതായത് പ്ലാന്റ്സ് ഫൗണ്ട് ഓൾമോസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ് ആണ്. ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, ട്രോപ്പിക് മുതൽ പോളാർ റീജിയൻസ് വരെ ത്രൂ ഔട്ട് ഏത് കണ്ടീഷനിലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കോസ്മോപൊളിറ്റൻ. എല്ലാ പാർട്ടിലും കാണുന്നുണ്ട്. അതായത് അവ ഏത് കണ്ടീഷനും, ഏത് എഡാഫിക് സോയിൽ കണ്ടീഷനും, ഏത് ക്ലൈമാറ്റിക് കണ്ടീഷൻ, എഡാഫിക് എന്ന് പറയുന്നത് സോയിൽ കണ്ടീഷൻ ആണ്, ഏത് ക്ലൈമാറ്റിക് കണ്ടീഷന്റെ അണ്ടറിലും അവയ്ക്ക് ഈസി ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്കോളജിക്കൽ ടോളറൻസ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ പ്ലാസ്റ്റിസിറ്റി ഏറ്റവും ഹൈ ആയിട്ട് കാണുന്ന പ്ലാന്റ്സ് ഈ ഒരു കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ടും കാണുന്നത് വീഡ്സ് ആൻഡ് റുഡറൽ പ്ലാന്റ്സ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷനിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ. ഇക്കോളജിക്കൽ ടോളറൻസ് ഹൈ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, പ്ലാൻ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് MSc, BSc കൂടാതെ ബോട്ടണി റിലേറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇതൊന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.